മൈ ഡിയർ സ്റ്റുഡൻസ്, എൻ്റെ പേര് സോന. സോ ഞാനായിരിക്കും നിങ്ങളെ ഇഗ്നോൻ്റെ ബയോസൈക്കോളജി പേപ്പർ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഈ ഒരു പേപ്പറിൽ ബയോസൈക്കോളജി പേപ്പറിൽ 4 ബ്ലോക്കിലായിട്ട് 6 ചാപ്റ്റേഴ്സാണ് വരുന്നത്. ഫ്രം യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ബയോസൈക്കോളജി തുടങ്ങി യൂണിറ്റ് 6 എൻഡോക്രൈൻ ഗ്ലാൻസ് വരെയുണ്ട്. അപ്പം ഈ ഒരു പേപ്പറിൽ നമുക്ക് നെർവസ് സിസ്റ്റം, സ്ട്രക്ചർ ഓഫ് നെർവസ് സിസ്റ്റത്തിൽ വരുന്ന ബ്രെയിൻ, സ്പൈനൽ കോഡ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് നെർവസ് സിസ്റ്റം, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ബ്രെയിൻ ലാറ്ററലൈസേഷൻ എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ്, അതുപോലെ തന്നെ എൻഡോക്രൈൻ ഗ്ലാൻസ് ഏതൊക്കെ തരത്തിലുള്ള ഗ്ലാൻസ് ഉണ്ട്, അവ സിക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ്, അവയുടെ ഫങ്ഷൻസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു പേപ്പറിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾ ജനറൽ സൈക്കോളജി പേപ്പറിൽ ഒത്തിരി സൈക്കോളജിക്കൽ പ്രോസസ്സ് പഠിച്ചു അല്ലേ. ലൈക്ക് മെമ്മറി, ലേണിംഗ്, പിന്നെന്താ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ഇങ്ങനെ കുറേ സൈക്കോളജിക്കൽ പ്രോസസ്സ് പഠിച്ചു. അപ്പം ഈ ഒരു പ്രോസസ്സിൻ്റെയൊക്കെ ബാക്കിലൊരു ബയോളജിക്കൽ ബേസിസ് ഉണ്ട്. നമ്മൾ ഈ പറയുന്ന എല്ലാ കോഗ്നിറ്റീവ് ഫങ്ഷൻസും ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? നമ്മുടെ ബ്രെയിൻ ആണല്ലേ, അല്ലെങ്കിൽ നമ്മുടെ സ്പൈനൽ കോഡാണ്. ഇവർ കൃത്യസമയത്ത് മെസ്സേജസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ കാണാനും ഫീൽ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും എല്ലാം സാധിക്കുന്നത്. അപ്പോൾ അപ്പാർട്ട് ജനറൽ സൈക്കോളജി നമ്മൾ സൈക്കോളജി സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ദ ബയോസൈക്കോളജി എന്ന് പറയുന്നത്. അപ്പം ബയോസൈക്കോളജിയിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഈ നെർവസ് സിസ്റ്റം, നമുക്കറിയാം ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ മേജർ കൺട്രോളിങ് സെൻറ്റർ നമ്മുടെ ബ്രെയിനാണ്. അപ്പോൾ ഈ നെർവസ് സിസ്റ്റത്തിൽ വരുന്നതും ഈ ബ്രെയിനിനെ പറ്റിയിട്ടാണ്. അപ്പം എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ബയോസൈക്കോളജിയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ബയോളജിക്കൽ ബേസിസ്, ഇപ്പം ഗ്ലാൻസ് സിക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആയിക്കോട്ടെ, ബ്രെയിൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന നെർവ് ഇമ്പൾസസ് ആയിക്കോട്ടെ, കെമിക്കൽസ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഈ പറയുന്ന കാര്യങ്ങളിൽ അളവിൽ കൂടുതലും കുറവും എല്ലാം വന്നാലും അതെല്ലാം നമ്മുടെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മെൻ്റൽ ഡിസോർഡേഴ്സ് വരാനുള്ള കാരണം തന്നെ ഈ പറയുന്ന രാസങ്ങൾ, ഈ പറയുന്ന കെമിക്കൽസിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ്. ഇപ്പം സ്കീസോഫ്രീനിയ എടുത്തു കഴിഞ്ഞാൽ ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ സിക്രീഷൻ, അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ സിക്രീഷൻ വളരെ കൂടിയത് കൊണ്ടാണ്. ഓക്കെ, ഇപ്പം മൂഡ് ഡിസോർഡർ വരാൻ കാരണം സെറട്ടോണിൻ എന്ന് പറയുന്ന മൂഡ് സ്റ്റെബിലൈസറിൻ്റെ ആ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവിൽ വ്യത്യാസം വരുമ്പോഴാണ്. അപ്പം നമ്മൾ സൈക്കോളജിക്കൽ പ്രോസസ്സിൻ്റെ കൂടെ തന്നെ ഒപ്പം പഠിക്കേണ്ട ഒരു വിഷയമാണ് ദ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ. അപ്പം ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ നെർവസ് സിസ്റ്റം എങ്ങനെയാണ്, നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പം ഒപ്പം തന്നെ എങ്ങനെ നമുക്ക് ഏതൊക്കെ വിധത്തിൽ ഈ ബ്രെയിനിനെ നമുക്ക് പഠിക്കാം, ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് ബ്രെയിൻ ഫങ്ഷൻസ് സ്റ്റഡി ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ദ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ബയോസൈക്കോളജി. So, the scientific study of the anatomy, biochemical process and the physiology of the nervous system is known as neuroscience. അതായത് നെർവസ് സിസ്റ്റത്തിൻ്റെ എല്ലാ കാര്യങ്ങളെ പറ്റി പഠിക്കുന്ന ഒരു ഫീൽഡ് ഓഫ് സയൻസ് ആണ് ന്യൂറോ സയൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ന്യൂറോ സയൻസിനെ ഒരു ബേസ് ആക്കി വെച്ചതുകൊണ്ട് ഇവ എങ്ങനെ ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ബയോസൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡ് ഫോക്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ എ ക്ലോസ്ലി റിലേറ്റഡ് field of neuroscience, either biopsychology, which draws information from it to study human and animal behavior. It is also known as psychobiology, behavioral biology or behavioral neuroscience. ഇത് ബയോസൈക്കോളജിയുടെ മറ്റ് പേരുകളാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ ന്യൂറോ സയൻസിന് കുറച്ച് ഡിസിപ്ലിൻസ് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു ന്യൂറോ സയൻസ് എങ്ങനെയാണ് ഈ ന്യൂറോ സയൻസ് ഹ്യൂമൻ ആൻഡ് ആനിമൽ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നുള്ളതാണ് ബയോസൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡ്. അപ്പോൾ ഈ ന്യൂറോ സയൻസിൻ്റെ കുറച്ച് ഡിസിപ്ലിൻസ് ഇത് നമ്മൾ കുറച്ച് ഭാഗങ്ങളായിട്ട് നമ്മുടെ ബയോസൈക്കോളജിയിൽ പഠിക്കുന്നുണ്ട്. അപ്പം അത് ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് വരുന്നത് ന്യൂറോ അനാട്ടമി മെയിനായിട്ട് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറിനെ സ്റ്റഡി ചെയ്യുന്നതാണ്
ഫീൽഡാണ് ന്യൂറോ അനാട്ടമി. പിന്നെ ന്യൂറോ കെമിസ്ട്രി, അതായത് നെർവസ് ആക്ടിവിറ്റിയുടെ കെമിക്കൽ ആസ്പെക്ട്സ് സ്റ്റഡി ചെയ്യുന്നതാണ് ന്യൂറോ കെമിസ്ട്രി. പിന്നെ ന്യൂറോ പത്തോളജി എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റത്തിന് ഡിസോർഡേഴ്സിനെ പറ്റി സ്റ്റഡി ചെയ്യുന്ന ഫീൽഡാണ് ന്യൂറോ പത്തോളജി. ന്യൂറോ എൻഡോക്രൈനോളജി എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റത്തിൻ്റെയും എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെയും ഇൻട്രാക്ഷൻ, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റഡി ചെയ്യുന്ന ഫീൽഡാണ്. ദെൻ ന്യൂറോ ഫാർമക്കോളജി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡ്രഗ്സ് ന്യൂറൽ ആക്ടിവിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതിൻ്റെ ഇമ്പാക്റ്റ് പഠിക്കുന്ന ഫീൽഡാണ് ന്യൂറോ ഫാർമക്കോളജി. ആൻഡ് ദെൻ ന്യൂറോ ഫിസിയോളജി, ഇറ്റ് സ്റ്റഡീസ് ദ ഫങ്ഷൻ ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദി നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റീസും ഫങ്ഷൻസും സ്റ്റഡി ചെയ്യുന്നതാണ് ന്യൂറോ ഫിസിയോളജി. ഓക്കെ, ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ, അതൊന്ന് വായിച്ച് നോക്കിക്കോളാം. പിന്നെ ഇവിടെ ഒന്ന് പറയാനുള്ള മെയിൻ വേറെ 2 കാര്യങ്ങളാണ് പ്യുവർ റിസർച്ചും അപ്ലൈഡ് റിസർച്ചും തമ്മിലുള്ള വ്യത്യാസം. അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത് മെയിൻലി കണ്ടക്ട് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ടെക്നോളജി, മെഡിസിൻ, അഗ്രികൾച്ചർ ഫീൽഡിലൊക്കെയാണ്. അതായത് ഒരു എക്സിസ്റ്റിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിന് പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസും കൂടി ഉണ്ടാകും. ഇപ്പം മെഡിസിൻ്റെ ഇതിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വാക്സിൻ എഗെയിൻസ്റ്റ് കൊറോണ വൈറസ് അതൊരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട്, അതൊരു അപ്ലൈഡ് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തതാണ് അല്ലേ, കോവാക്സിനും കോവിഷീൽഡൊക്കെ. അപ്പം നമ്മൾ ഒരു എക്സിസ്റ്റിംഗ് പ്രോബ്ലം, കൊറോണ വൈറസ് എന്ന് പറഞ്ഞൊരു എക്സിസ്റ്റിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു റിസർച്ചിനെയാണ് നമ്മൾ അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് അത് ഡിസ്ക്രിപ്റ്റീവ് ഇൻ നേച്ചറാണ്, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാകും. അതായത് ഈ റിസർച്ച് കണ്ടക്ട് ചെയ്തതിന് ശേഷം നമുക്ക് സൊസൈറ്റിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഒരു റീസണിങ്, ഒരു ഇംപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടുപിടിക്കുകയാണല്ലേ. അതുപോലെ തന്നെ പ്യുവർ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസിക് ഓർ ഫണ്ടമെൻ്റൽ റിസർച്ചാണ്. അതായത് ഇവിടെ നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ കാര്യത്തിനെ പറ്റി കുറച്ച് കൂടുതൽ അറിയണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, അത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു റിസർച്ചാണ്. ഇറ്റ് ഈസ് പ്യുവർലി ഡ്രിവൺ ബൈ ഇൻറ്റ്യൂഷൻ ആൻഡ് ഇൻട്രസ്റ്റ്. ഓക്കെ, അതിനാണ് നമ്മൾ പ്യുവർ റിസർച്ച് എന്ന് പറഞ്ഞത്. അത് കുറച്ച് എക്സ്പ്ലോറേറ്ററി ആയിരിക്കും, നമ്മൾ ഡീപ്ലി ഭയങ്കര വാസ്റ്റായിട്ട് കണ്ടക്ട് ചെയ്യുന്ന റിസർച്ചാണ് പ്യുവർ റിസർച്ച്. അപ്പോൾ ഡിഫറൻസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഡിവിഷൻസ് ഇൻ ബയോസൈക്കോളജി. അപ്പോൾ ബയോസൈക്കോളജിയിൽ 6 ഡിവിഷൻസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഫിസിയോളജിക്കൽ സൈക്കോളജി. ഫിസിയോളജിക്കൽ സൈക്കോളജി യൂസസ് കൺട്രോൾഡ് എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻസ് ടു സ്റ്റിമുലേറ്റ് ദ ബ്രെയിൻ ആൻഡ് സ്റ്റഡി ഇറ്റ്സ് എഫക്റ്റ് ഓൺ ബിഹേവിയർ. അതായത് കൺട്രോൾഡ് എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻസ്, അതായത് നമ്മൾ ലബോറട്ടറിയിലൊക്കെ ചെയ്യുന്നതാണ് കൺട്രോൾഡ് എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻ. അതായത് എക്സ്പെരിമെൻ്ററിൻ്റെ കയ്യിലാണ് ഫുൾ കൺട്രോൾ അല്ലേ. അപ്പം ആ ഒരു ലബോറട്ടറിയിലൊക്കെ ചെയ്യുന്ന ആ എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ കൺട്രോൾഡ് എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻസ് പറയണം. അപ്പം എന്തിനാ? നമ്മൾ ബ്രെയിനെ പറ്റി പഠിക്കാനും അതിൻ്റെ എഫക്റ്റ് എന്താണ് ഹ്യൂമൻ ബിഹേവിയറിൽ അത് നോക്കാൻ വേണ്ടി നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഫിസിയോളജിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പം മെയിനായിട്ട് നമ്മൾ എങ്ങനെയാണ് ബ്രെയിനെ സ്റ്റഡി ചെയ്യുന്നത്? ഒന്നല്ലെങ്കിൽ സർജിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ നടത്തിയിട്ടായിരിക്കും. അതായത് സർജിക്കലായിട്ട് ബ്രെയിൻ്റെ എന്തെങ്കിലും ടിഷ്യൂ നമ്മൾ എടുത്ത് പഠിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ടിഷ്യൂ നമ്മൾ ഡാമേജ് ചെയ്തിട്ട് പിന്നെ സ്റ്റഡി ചെയ്യുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വേസിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. ഓക്കെ, അപ്പം അതാണ് ഫിസിയോളജിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇനി സൈക്കോ ഫാർമക്കോളജി എന്ന് പറയുന്നത് ദേ യൂസ് ഡ്രഗ്സ് ടു സ്റ്റിമുലേറ്റ് ന്യൂറൽ സിസ്റ്റം ആൻഡ് ദെൻ ഒബ്സർവ് ദർ ഇഫക്ട്സ് ഓൺ ബിഹേവിയർ. അതായത് ഒരു പെർട്ടിക്കുലർ ഡ്രഗ്സ് അഡ്മിനിസ്റ്റർ ചെയ്തിട്ട് അതിനുശേഷം അതെങ്ങനെ ആ ഡ്രഗ്സ് ഒരാളുടെ ബിഹേവിയറിനെ എങ്ങനെ അഫക്റ്റ് ചെയ്തു എന്ന് സ്റ്റഡി ചെയ്യുന്നതാണ് സൈക്കോ ഫാർമക്കോളജി. ഓക്കെ, ന്യൂറോ സൈക്കോളജി എന്താണ്? ദേ സ്റ്റഡി ദ പേഷ്യൻസ് ഹു ഹാവ് ഹാഡ് സം ഹെഡ് ഇഞ്ചുറി ഓർ ട്രോമ ആൻഡ് ആർ സഫറിങ് ഫ്രം ബ്രെയിൻ ഡാമേജ്. അതായത് എന്തെങ്കിലും ഹെഡ് ഇഞ്ചുറിയോ ഹെഡ് ട്രോമയൊക്കെ സംഭവിച്ച ആൾക്കാർ ബ്രെയിൻ ഡാമേജ് മൂലം സഫർ ചെയ്യുന്ന പേഷ്യൻസിനെ സ്റ്റഡി ചെയ്യുന്ന ഫീൽഡാണ് ന്യൂറോ സൈക്കോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർ ഡെവലപ്പ് ചെയ്ത ഒരു ടെസ്റ്റുകളാണ് ന്യൂറോ സൈക്കോളജിക്കൽ ബാറ്ററി നമ്മൾ പറയും. അത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? നമ്മളത് അഡ്മിനിസ്റ്റർ ചെയ്യും. ഈ
ബ്രെയിൻ ഡാമേജ് സംഭവിച്ച പേഷ്യൻസിൽ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡയഗ്നോസ് ഇമ്പയർമെന്റ്സ് ആൻഡ് വർക്ക് ഔട്ട് എ സ്യൂട്ടബിൾ ട്രീറ്റ്മെന്റ് ഫോർ ഡീലിംഗ് വിത്ത് ഇറ്റ്. അതായത് നമ്മൾ എന്തൊക്കെ ബ്രെയിനിൽ ഏതൊക്കെ പാർട്സിൽ അവർക്ക് ഇമ്പയർമെന്റ് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ ഡാമേജിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് എന്തൊക്കെ പോസിബിൾ ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ് എന്ന് നോക്കുന്നതാണ് ഏത് ഫീൽഡ്? ന്യൂറോ സൈക്കോളജി. ഓക്കെ. ഇനി സൈക്കോഫിസിയോളജിസ്റ്റ് യൂസ് നോൺ ഇൻവേസീവ് ടെക്നീക്സ്. നോൺ ഇൻവേസീവ് എന്ന് പറയുന്നത് നമ്മൾ ആ പാർട്ടിസിപ്പൻറ്റിന് ഒരു ഉപദ്രവം രീതിയിൽ, അതായത് ഇപ്പോൾ ഇൻവേസീവ് എന്ന് പറയുന്ന ബ്രെയിനിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ സിറിഞ്ച് അതൊക്കെ ഇൻസേർട്ട് ചെയ്ത് ടിഷ്യൂ ഒക്കെ എടുത്ത് പഠിക്കുന്നതാണ് ഇൻവേസീവ് എന്ന് പറയുന്നത്. നോൺ ഇൻവേസീവ് എന്ന് പറയുന്നത് അങ്ങനെ ഇൻസേർട്ട് ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ബോഡിയുടെ സർഫസിൽ അല്ലെങ്കിൽ എക്സ്റേസ് മുതലായ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് പഠിക്കുന്നതാണ് നോൺ ഇൻവേസീവ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ ദേ എക്സാമിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി ആൻഡ് സൈക്കോളജിക്കൽ പ്രോസസ് സച്ച് ആസ് അറ്റൻഷൻ, ലേണിംഗ്, മെമ്മറി, ഇമോഷൻസ് ഇൻ ഹ്യൂമൻ പാർട്ടിസിപ്പൻസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന മെഷേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് ഇലക്ട്രോ എൻസെഫാലോഗ്രാം, നമ്മൾ തലയിൽ ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്തിട്ട് തലയുടെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി പഠിക്കുന്ന ഒരു മെത്തഡാണ് ഇലക്ട്രോ എൻസെഫലോഗ്രഫി എന്ന് പറയും. അപ്പം അതൊരു മെത്തഡാണ്. മസിൽ ടെൻഷൻ, ഐ മൂവ്മെന്റ്, ഗാൽവാനിക് സ്കിൻ റെസ്പോൺസ്, ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, പ്യൂപ്പിൾ ഡൈലേഷൻ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. അതായത് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി ആൻഡ് സൈക്കോളജിക്കൽ പ്രോസസ്, ഇത് രണ്ടിൻ്റെ റിലേഷൻഷിപ്പ് പഠിക്കുന്ന ഫീൽഡാണ് സൈക്കോഫിസിയോളജി. ഇനി അടുത്തത് കോഗ്നിറ്റീവ് ന്യൂറോസയൻസ്. Cognitive neuroscience study the neural basis of cognition and higher order cognitive process like thinking, memory, attention as well as a perceptual process. അതായത് കൊഗ്നിറ്റീവ് ന്യൂറോ സയൻറ്റിസ്റ്റ് എന്താ പഠിക്കുന്നത്? ദേ മെയിൻലി സ്റ്റഡി ദ ന്യൂറൽ ബേസിസ് ഓഫ് കൊഗ്നിഷനും അതുപോലെ തന്നെ ഹയർ കൊഗ്നിറ്റീവ് പ്രോസസ്സും. അതായത് മെയിനായിട്ട് കൊഗ്നിറ്റീവ് ഫങ്ഷനിങ് ഒക്കെ സ്റ്റഡി ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് കൊഗ്നിറ്റീവ് ന്യൂറോ സയൻസ് ആണ്. മെയിൻലി നോൺ ഇൻവേസീവ് ടെക്നിക്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ വരുന്ന ഫങ്ഷണൽ ബ്രെയിൻ ഇമേജിംഗ് ഒക്കെയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്. ഓക്കെ. പിന്നെ കമ്പാരിറ്റീവ് സൈക്കോളജി സ്റ്റഡി ദ ബിഹേവിയർ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ ബിഹേവിയർ ഫ്രം എവല്യൂഷണറി, ജനറ്റിക് ആൻഡ് അഡാപ്റ്റേഷൻ പെർസ്പെക്റ്റീവ്. അപ്പം ഈ കമ്പാരിറ്റീവ് സൈക്കോളജിസ്റ്റ് പറയുന്നത് ഡിഫറെൻറ്റ് സ്പീഷീസ് അവരുടെ ബിഹേവിയർ കമ്പയർ ചെയ്യുന്നു, ഒപ്പം അവർ എവല്യൂഷണറി, ജനറ്റിക്, അഡാപ്റ്റേഷൻ ആ പഴയ അതെല്ലാ പെർസ്പെക്റ്റീവിനെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് സ്പീഷീസ്, ആനിമൽ ബിഹേവിയർ, ഹ്യൂമൻ ബിഹേവിയറിനെയൊക്കെ കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ് കമ്പാരിറ്റീവ് സൈക്കോളജി. അപ്പോൾ ഒന്നല്ലെങ്കിൽ ലബോറട്ടറി കണ്ടീഷനിൽ വെച്ചായിരിക്കാം എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നാച്ചുറൽ സെറ്റിങ്സിൽ വെച്ചായിരിക്കാം. നാച്ചുറൽ സെറ്റിങ്സിൽ വെച്ച് കണ്ടക്ട് ചെയ്യാൻ നമ്മൾ എത്തോളജിക്കൽ റിസർച്ച് എന്ന് പറയുന്നു. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ദ 6 ഡിവിഷൻസ് ഓഫ് ബയോസൈക്കോളജി: ഫിസിയോളജിക്കൽ സൈക്കോളജി, സൈക്കോഫാർമക്കോളജി, ന്യൂറോ സൈക്കോളജി, സൈക്കോഫിസിയോളജി, കൊഗ്നിറ്റീവ് ന്യൂറോ സയൻസ് ആൻഡ് കമ്പാരിറ്റീവ് സൈക്കോളജി. ഓക്കെ. ഇനി മെത്തേഡ്സ് ടു സ്റ്റഡി ബയോസൈക്കോളജി. അപ്പം നമ്മളിപ്പോൾ ബയോസൈക്കോളജി എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ 6 ഡിസിപ്ലിൻസ് ഇൻ ന്യൂറോ സയൻസ് പഠിച്ചു, അതുപോലെ തന്നെ 6 ഡിവിഷൻസ് ഇൻ ന്യൂറോ സയൻസ് പഠിച്ചു, അതുപോലെ തന്നെ മേജർ ഡിവിഷൻസ് ഓഫ് ബയോസൈക്കോളജി ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് മെത്തേഡ്സ് ടു സ്റ്റഡി ബയോസൈക്കോളജി. അപ്പം ദ സ്ട്രക്ചർ ഓഫ് ദ ബ്രെയിൻ ഈസ് ക്വൈറ്റ് കോംപ്ലെക്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്സ് വർക്കിംഗ് ഇസ് ഓൾ ദ മോർ ചാലഞ്ചിങ് ഫോർ ദ റിസർച്ചേഴ്സ്. അതായത് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഭയങ്കര കോംപ്ലെക്സ് സ്ട്രക്ചർ ആണല്ലേ. ഇത് എത്രയോ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നു നമ്മുടെ ബ്രെയിൻ. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം നമ്മൾ എന്താണ് ബ്രെയിനിൻ്റെ ഓരോ സ്ട്രക്ചറിനെ ഫങ്ഷൻ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ബ്രോക്കാസ് ഏരിയ, അതായത് പോൾ ബ്രോക്ക എന്ന് പറയുന്ന ഒരു ന്യൂറോളജിസ്റ്റ്, ഒരു ഫിസീഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്ന അഫേസിയ ഉള്ള പേഷ്യൻസ്, അതായത് അഫേസിയ എന്ന് പറയുന്നത് ഇൻഎബിലിറ്റി ടു പ്രൊഡ്യൂസ് ആൻഡ് കോംപ്രിഹെൻഡ് സ്പീച്ച്, അതായത് സ്പീച്ച് വർത്താനം പറയാനോ അത് മനസ്സിലാക്കാനോ ഉള്ള ബുദ്ധിമുട്ട്, ആ പേഷ്യൻസിനെയാണ് നമ്മൾ അഫേസിയ എന്ന് പറയുന്നത്. അപ്പം ഈ അഫേസിയ പേഷ്യൻസിനെ പോൾ ബ്രോക്ക സ്റ്റഡി ചെയ്തപ്പോൾ അയാൾ കണ്ടുപിടിച്ച എന്താണ്, അതായത് ഇവരുടെ എല്ലാവരുടെയും ലെഫ്റ്റ്
ഫ്രണ്ടൽ ഹെമിസ്ഫിയർ ഡാമേജ്ഡ് ആണ്. അതായത് ലെഫ്റ്റ് ഫ്രണ്ടൽ പ്രീ കോർട്ടെക്സ്, അതായത് നമ്മുടെ ബ്രെയിനിന്റെ ഈ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഡാമേജ്ഡ് ആണെന്നുള്ളത്. അപ്പൊ അത് കോമൺ ആയിട്ട് എല്ലാവരിലും കാണപ്പെടുന്നുണ്ട്. അപ്പൊ ബ്രോക്ക എന്ത് പറഞ്ഞു? നമ്മുടെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ് നമ്മുടെ ലാംഗ്വേജിനെ കൺട്രോൾ ചെയ്യുന്നത് എന്ന്. അതേ പിന്നെ ആ ഒരു ഏരിയ ബ്രോക്കാസ് ഏരിയ എന്നും ആ ഒരു ഡിസീസ് ബ്രോക്കാസ് എഫേസിയ എന്നും അറിയപ്പെട്ടു. അപ്പൊ ബ്രോക്കയുടെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ കാരണം പിന്നീട് റിസർച്ചേഴ്സ് ഒക്കെ മുന്നോട്ട് വരാൻ തുടങ്ങി. എന്തുകൊണ്ടാ? ബ്രെയിനിന് ഓരോ പാർട്ടും ഓരോ കാര്യങ്ങളാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, സ്റ്റഡി ചെയ്യണം എന്നുള്ള രീതിയിൽ എല്ലാവരും മുന്നോട്ട് വരാൻ റിസർച്ചേഴ്സ് കണ്ടക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, ഇനി നമ്മൾ ഓരോ മെത്തേഡായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതിൽ ആദ്യം വരുന്നതാണ് അബ്ലേഷൻ മെത്തേഡ്സ്. ഓക്കെ, അബ്ലേഷൻ മെത്തേഡ് ഇൻവോൾവ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് സം ടിഷ്യൂ ഇൻ ദ ബ്രെയിൻ. അതായത് ഒരു സർജിക്കൽ നൈഫ് യൂസ് ചെയ്തിട്ട് നമ്മൾ ബ്രെയിനിന്റെ ഒരു ടിഷ്യൂ, ഏതെങ്കിലും ഒരു ടിഷ്യൂ ഡാമേജ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഫോളോഡ് ബൈ അസസിങ് ദ ചേഞ്ചസ് ദാറ്റ് ഒക്വർ ഇൻ ബിഹേവിയർ ഡ്യൂ ടു ദ റിമൂവൽ ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ടിഷ്യൂ. അപ്പം ആ ഒരു ടിഷ്യൂവിന് ഡാമേജ് സംഭവിച്ചത് മൂലം അതെങ്ങനെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്തു, എങ്ങനെ അയാളുടെ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്തു എന്ന് പഠിക്കുന്ന മെത്തേഡാണ് അബ്ലേഷൻ. അപ്പം നമ്മൾ സർജിക്കൽ നൈഫ് യൂസ് ചെയ്തിട്ടാണ് അവിടെ ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കിയത്. അപ്പോൾ അവിടെ ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു കട്ട് വന്നു. ആ ഇതിനെയാണ് നമ്മൾ ലീഷൻ എന്ന് പറയുന്നത്. ആ ഒരു മുറിവിനെയാണ് നമ്മൾ ലീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് അബ്ലേഷൻ മെത്തേഡ്. ജനറലി പറയുവാണെങ്കിൽ ഒരു സർജിക്കൽ നൈഫ് യൂസ് ചെയ്ത് നമ്മുടെ ബ്രെയിനിലെ ടിഷ്യൂ ഡാമേജ് ചെയ്യിപ്പിക്കുന്നു. ആ ഡാമേജ് ചെയ്തത് കൊണ്ട് അത് ബിഹേവിയറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നോ എന്ന് സ്റ്റഡി ചെയ്യുന്ന മെത്തേഡാണ് അബ്ലേഷൻ മെത്തേഡ്. ഓക്കെ, അബ്ലേഷൻ മെത്തേഡിൽ വരുന്ന സബ് ആയിട്ടുള്ള മെത്തേഡ്സുകൾ ഏതൊക്കെ ടൈപ്പ് അബ്ലേഷൻ മെത്തേഡുകൾ ഉണ്ട് എന്ന് നോക്കാം. ഇപ്പം അതിൽ വരുന്നതാണ് ആസ്പിരേഷൻ, റേഡിയോ ഫ്രീക്വൻസി, നൈഫ് കട്ട്സ്, ക്രയോജനിക് ബ്ലോക്കേഡ് ആൻഡ് നെർവ് പോയ്സൺ. ആസ്പിരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫൈൻ തിൻ നീഡിൽ ഇസ് പ്ലേസ്ഡ് ഓൺ ദ ടിഷ്യൂ ദാറ്റ് നീഡ്സ് ടു ബി എക്സാമിൻഡ് ആൻഡ് ഇറ്റ് ഈസ് ആസ്പിരേറ്റഡ് ആൻഡ് ദ കണ്ടൻസ് ആർ ദെൻ പ്ലേസ്ഡ് ഓൺ ദി സ്ലൈഡ് ആൻഡ് എക്സാമിൻഡ് ഫോർ എനി ഡയഗ്നോസ്റ്റിക് അനാലിസിസ്. അതായത് ഏത് ടിഷ്യൂ ആണ്, ഏത് ബ്രെയിൻ ടിഷ്യൂ ആണ് നമുക്ക് പഠിക്കേണ്ടത്, ആ ടിഷ്യൂവിൽ ഒരു ഒരു സിറിഞ്ച് ഇൻസേർട്ട് ചെയ്തിട്ട് ആ ടിഷ്യൂ പുറത്തോട്ടെടുത്ത് സ്ലൈഡിൽ വെച്ച് അതിനെ എക്സാമിൻ ചെയ്ത് അതിനെ സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ് ആസ്പിരേഷൻ മെത്തേഡിൽ. ഓക്കെ, ദിസ് ഈസ് ജനറലി ദ പ്രിഫേർഡ് ടെക്നിക് വെൻ എ പാർട്ട് ഓഫ് ദ കോർട്ടിക്കൽ ടിഷ്യൂ ഹാസ് ടു ബി സക്ഡ് ടു റിവീൽ ദ ഏരിയ ദാറ്റ് ഈസ് അണ്ടർ ഇറ്റ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ. അതായത് സക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ആസ്പിരേഷൻ മെത്തേഡ്. ഏത് ടിഷ്യൂ ആണോ നമുക്ക് പഠിക്കേണ്ടത് ആ ടിഷ്യൂവിനെ ഒരു സിറിഞ്ച് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു തിൻ നീഡിൽ യൂസ് ചെയ്ത് സക്ക് ചെയ്ത് പുറത്ത് കൊണ്ടുവന്ന് സ്ലൈഡിൽ വെച്ച് എക്സാമിൻ ചെയ്ത് അനാലിസിസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതാണ് ആസ്പിരേഷൻ മെത്തേഡ്. പിന്നെ വരുന്നതാണ് റേഡിയോ ഫ്രീക്വൻസി. റേഡിയോ ഫ്രീക്വൻസി കറന്റ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് സബ് കോർട്ടിക്കൽ ലീഷൻസ്. ദ വയർ ഈസ് പ്ലേസ്ഡ് ഓൺ ദ ടിഷ്യൂ വിച്ച് നീഡ്സ് ടു ബി എക്സാമിൻഡ്. റേഡിയോ ഫ്രീക്വൻസി ഡിവൈസസ് പ്രൊഡ്യൂസ് എ ഹൈ ഫ്രീക്വൻസി കറന്റ് that is alternating current, and this heat that results from this current destroys the tissue in that area. അതായത് റേഡിയോ ഫ്രീക്വൻസി വേവ് പാസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മൾ ടിഷ്യൂ ഡാമേജ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ സ്റ്റഡി ചെയ്യുന്നതാണ് റേഡിയോ ഫ്രീക്വൻസി ലീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കറന്റ് യൂസ് ചെയ്തിട്ട് സബ് കോർട്ടിക്കൽ ലീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നൈഫ് കട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ഏത് ബ്രെയിൻ ഏരിയ ആണ് പഠിക്കുന്നത് അവിടെ നമ്മൾ കട്ട് ചെയ്യുന്നു. Then there is a special device that is used to make subcortical knife cuts very carefully by placing the brain using a stereotaxic apparatus. By using such a technique, excessive damage to the surrounding areas. അപ്പോൾ stereotaxic apparatus യൂസ് ചെയ്ത് നമ്മളൊരു കട്ട് ഉണ്ടാക്കി അതിന് ചുറ്റുമുള്ള പാർട്സിനെയൊക്കെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കട്ട് ചെയ്ത് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിനെയാണ് നൈഫ് കട്ട്സ് എന്ന് പറയുന്നത്. ക്രയോജനിക് ബ്ലോക്കേഡ് എന്ന് പറയുന്നത് ഒരു ക്രയോ പ്രോബ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ബ്രെയിനിൽ വെക്കുകയാണ്. ഈ ട്യൂബ് ഇസ് എ കൂളന്റ്
through this tube a coolant is sent to the area under study. അതായത് ഈ ഒരു ട്യൂബ് വഴി ഒരു കൂളന്റ് പാസ് ചെയ്ത് വിടാണ്. ആൻഡ് ദ കൂളന്റ് റെഡ്യൂസസ് ദ ടെമ്പറേച്ചർ അറ്റ് ഇറ്റ്സ് ടിപ്പ് ടു സച്ച് ആൻ എക്സ്റ്റെൻഡ് ദ ന്യൂറോൺ സ്റ്റോപ്പ് സെൻഡിങ്. അതായത് ഈ കൂളന്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ട്യൂബിൻ്റെ എൻഡ് പോർഷനിലുള്ള ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ്. ടെമ്പറേച്ചർ കുറയ്ക്കുമ്പം നെർവ് ഇമ്പൾസസ് അവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഫയർ ചെയ്യുന്ന ആ ഒരു മെക്കാനിസം അവിടെ, അതായത് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു മെക്കാനിസം അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ സിൻസ് ദ ടെമ്പറേച്ചർ ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് എബവ് ഫ്രീസിംഗ് പോയിന്റ് ദർ ഇസ് നോ വേറെ സ്ട്രക്ചറൽ ഡാമേജ് ഒന്നും ഇല്ല. വൺസ് ദ ടെമ്പറേച്ചർ ഈസ് റീസ്റ്റോർ ടു ദ നോർമൽ ലെവൽ, ഇനിയിപ്പോൾ പഴയ ടെമ്പറേച്ചറിലോട്ട് റീസ്റ്റോർ ചെയ്ത് കഴിയുമ്പം ന്യൂറോൺസ് വീണ്ടും മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ക്രയോ പ്രോബ് യൂസ് ചെയ്തിട്ട് നെർവ് ഫൈബറിനെ പഠിക്കുന്ന ആ ഒരു മെത്തേഡാണ് നമ്മൾ ക്രയോജനിക് ബ്ലോക്കേഡ് എന്ന് പറയുന്നത്. ഇനി നെർവ് പോയ്സൺ, ഇത് നമ്മൾ ഏതൊക്കെ രീതിയിൽ ഒരു ലീഷൻ, അതായത് നേരത്തെ പറഞ്ഞ അബ്ലേഷൻ എങ്ങനെ ഉണ്ടാക്കും എന്നാണ് കേട്ടോ പറയുന്നത്. ഈ പറയുന്ന ഓരോ മെത്തേഡ്സ് വഴിയാണ് നമ്മൾ ഈ പറയുന്ന അബ്ലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെർവ് പോയ്സൺ എന്ന് പറയുന്നത് സർട്ടൻ കെമിക്കൽസ് സച്ച് ആസ് അസ്കൈനിക് ആസിഡ് ഓർ ibotenic acid are used as nerve poisons to create lesions in a particular area in the brain. അതായത് ഈ പറയുന്ന കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ലീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദീസ് കെമിക്കൽസ് ആർ ഇൻസേർട്ടഡ് ത്രൂ എ ഗ്ലാസ് ട്യൂബ് നോൺ ആസ് കാനുല യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ പോയ്സൺസിനെ ഇൻസേർട്ട് ചെയ്ത് വിടാണ്. ആൻഡ് ദ ഡിസ്ട്രക്ഷൻ ഈസ് ഓൺലി പാർഷ്യൽ, ദാറ്റ് ഈസ് ഓൺലി ദ സെൽ ബോഡീസ് ആർ ഡിസ്ട്രോയിഡ്. സെൽ ബോഡീസ് മാത്രമാണ് ഡിസ്ട്രോയിഡ് ആവുന്നുള്ളൂ ഇങ്ങനെ പോയ്സൺ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇപ്പം എന്തെങ്കിലും ബിഹേവിയറിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് ഈ സെൽ ബോഡി കാരണമാണ്, അതായത് ഈ സെൽ ബോഡിയാണ് ആ ഒരു ബിഹേവിയറിന് കാരണം എന്ന് നമ്മൾ അട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ പറയുന്നതാണ് നമ്മൾ അബ്ലേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്. ആസ്പിരേഷൻ മെത്തേഡ്, ദെൻ റേഡിയോ ഫ്രീക്വൻസി, നൈഫ് കട്ട്സ്, ക്രയോജനിക് ബ്ലോക്കേഡ് ആൻഡ് നെർവ് പോയ്സൺ. ഓക്കെ, ഇനി വരുന്ന അടുത്തൊരു മെത്തേഡാണ് ഹിസ്റ്റോളജിക്കൽ മെത്തേഡ്. ഓക്കെ, ഹിസ്റ്റോളജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് ഫോർ സ്റ്റഡിങ് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഓഫ് ടിഷ്യൂ, അതായത് മൈക്രോസ്കോപ്പിക് ഇൻവെസ്റ്റിഗേഷൻ. ഹിസ്റ്റോളജിക്കൽ മെത്തേഡ്സ് ആർ യൂസ്ഡ് ഫോർ ദ പർപ്പസ്, അതായത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹിസ്റ്റോളജിക്കൽ മെത്തേഡ്. അതായത് കൂടുതലും മൈക്രോസ്കോപ്പി നമ്മളിപ്പം ലാബിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ +2-ലാണെങ്കിലും പ്രാക്ടിക്കൽസിന് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്താ മറ്റേ ട്യൂബിലൊക്കെ എടുത്ത് നമ്മൾ സ്റ്റെയിനൊക്കെ ചെയ്ത് ഓരോ സെൽ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതാണ് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മൈക്രോസ്കോപ്പി യൂസ് ചെയ്ത് അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് സ്റ്റഡി ചെയ്യുന്നതാണ് ഹിസ്റ്റോളജിക്കൽ മെത്തേഡ്സ്. Then in this method, the sample of the brain that is under investigation needs to be prepared so that it can be mounted on a slide and observed under a light microscope. അപ്പം എന്താണ് അതായത് ബ്രെയിൻ്റെ ഏത് ഏരിയ ആണോ പഠിക്കേണ്ടത് ആ ഒരു ബ്രെയിൻ ടിഷ്യൂ നമ്മൾ എടുത്തു വെച്ചിരിക്കണം സ്ലൈഡിൽ. എന്നാൽ മാത്രമാണ് നമുക്ക് മൈക്രോസ്കോപ്പി യൂസ് ചെയ്തിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റത്തുള്ളൂ. ദ ന്യൂറൽ ടിഷ്യൂ ഈസ് വെരി ഫ്രജൈൽ ആൻഡ് അണ്ടർ നോർമൽ കണ്ടീഷൻ ഇറ്റ് മേ ജസ്റ്റ് ഡിസൻറ്റിഗ്രേറ്റ്. അപ്പം ന്യൂറൽ ടിഷ്യൂ എന്ന് പറയുന്നത് വളരെ ഫ്രജൈൽ ആയതുകൊണ്ട് നോർമൽ കണ്ടീഷനിൽ അത് ഡിസൻറ്റിഗ്രേറ്റ് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ ഈ ടിഷ്യൂ നീഡ്സ് ടു ബി ഫിക്സ്ഡ് ആൻഡ് സ്റ്റേയിൻഡ് ഇൻ ഓർഡർ ടു ബി വ്യൂഡ് ഓൺ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്ലൈഡിൽ കാണണമെങ്കിൽ നമ്മൾ ആ ടിഷ്യൂ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവണം, അതുപോലെ സ്റ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പം നമ്മൾ ഈ പറയുന്ന ഹിസ്റ്റോളജിക്കൽ മെത്തേഡ്സിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന് ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫിക്സേറ്റീവ് ഉപയോഗിക്കാൻ പോവാണ് ഇൻ ഓർഡർ ടു ഫിക്സ് ദ ടിഷ്യൂ. ഓക്കെ, ദ ടിഷ്യൂ ഈസ് ക്ലീൻഡ് ആൻഡ് ഡിപ്ഡ് ഇൻ എ ഫിക്സേറ്റീവ് സൊല്യൂഷൻ. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫിക്സേറ്റീവ് ഈസ് ഫോർമാലിൻ. അതായത് നമ്മൾ ഏത് ടിഷ്യൂ ആണ് പഠിക്കാൻ പോകുന്നത് ആ ടിഷ്യൂ എടുത്ത് നമ്മൾ ഫോർമാലിനിൽ ഫിക്സ് ചെയ്യുന്നു. അതായത് നമ്മൾ കേട്ടിട്ടില്ലേ, അതായത് മെഡിക്കൽ സ്റ്റുഡൻസിന് സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മൾ ഡെഡ് ബോഡീസ് മെഡിക്കൽ കോളേജിൽ കൊടുക്കും. ഈ പറയുന്ന ഡെഡ് ബോഡീസ് ഇട്ട് വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഫോർമാലിനിലാണ്. കാരണം ഈ പറയുന്ന ഒരു ഫിക്സേറ്റീവ് ഇല്ലാതെ നമ്മൾ ഡെഡ് ബോഡീസ് യൂസ് ചെയ്ത് അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ചീഞ്ഞ് ഡിസൻറ്റിഗ്രേറ്റ് ചെയ്ത് നശിച്ചു പോകും അല്ലെ, ഓട്ടോലൈസിസ് സംഭവിക്കും. അതായത് സെൽഫ് ഡിസ്ട്രക്ഷൻ ഓഫ് സെൽസ്, അത് തന്നെ സ്വയം നശിച്ച് പോവും. അപ്പം ആ ഒരു സംഭവം തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിക്സേറ്റീവിൽ ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ബ്രെയിൻ ടിഷ്യൂ ആദ്യം തന്നെ ഫോർമാലിനിൽ ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം
അങ്ങനെ ചെയ്തതിന് ടിഷ്യൂ ഹാർഡ് ആവും എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് പിന്നെ അതിൻ്റെ കുഞ്ഞ് സ്ലൈസസ് ആക്കി സ്ലൈഡിൽ വെച്ച് പിന്നെ മൈക്രോസ്കോപ്പിക് വിഷൻ ചെയ്ത് അങ്ങനെയാണ് സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഫ്രീസിംഗ് എന്ന് പറയുന്നത്, ഇൻ ഫ്രീസിംഗ് ദ ടിഷ്യൂ നീഡ്സ് ടു ബി ഫ്രോസൺ ഇൻ ഓർഡർ ടു ബി സ്ലൈസ് ചെയ്യുന്നതിന് മുമ്പ് അത് നമ്മൾ ഫ്രീസ് ചെയ്യുന്നു. ടു ഫ്രീസ് ദ ടിഷ്യൂ ഇറ്റ് ഈസ് ഡിപ്ഡ് ഇൻ ഷുഗർ സൊല്യൂഷൻ ആൻഡ് ദെൻ പുട്ട് ഇൻ എ ഫ്രീസർ. ദ ടെമ്പറേച്ചർ ഇസ് റെഗുലേറ്റഡ് ഇൻ എ വേ സോ ദാറ്റ് ദ ടിഷ്യൂ ഇസ് മെയിൻറ്റൈൻഡ് അറ്റ് എൻ അപ്രോപ്രിയേറ്റ് ടെമ്പറേച്ചർ. വൺസ് ദ ടിഷ്യൂ ഈസ് ഹാർഡ് ഇനഫ് ഇറ്റ് ഈസ് ടു ബി പ്ലേസ്ഡ് ഓൺ എ മൈക്രോടോം ടു ബി സ്ലൈസ്ഡ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫ്രീസ് ചെയ്യുന്നു സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഷുഗർ സൊല്യൂഷനിൽ മുക്കിയിട്ടാണ് ഫ്രീസ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ അതിനെ മൈക്രോടോം യൂസ് ചെയ്ത് സ്ലൈസ് ചെയ്ത് സ്ലൈഡിൽ വെച്ച് നമ്മൾ വ്യൂ ചെയ്ത് സ്റ്റഡി ചെയ്യുന്നു. ഓക്കെ, പിന്നെ വരുന്നതാണ് എംബഡിങ്. എംബഡിങ് എന്ന് പറയുന്നത് നമ്മൾ ബ്രെയിൻ ടിഷ്യൂവിനെ കവർ ചെയ്യാണ്. എന്ത് വെച്ചിട്ട്? പാരാഫിൻ വെച്ചിട്ടോ അല്ലെങ്കിൽ നൈട്രോ സെല്ലുലോസ് ഒക്കെ വെച്ചിട്ട്. ഓക്കെ, പിന്നീട് അതിന് ശേഷം, അതായത് ആ കവർ ചെയ്ത് ആ ഒരു ടിഷ്യൂവിനെ നമ്മൾ ഹാർഡ് ആക്കിയതിന് ശേഷം നമ്മൾ അതിനൊരു മൈക്രോടോം വെച്ച് യൂസ് ചെയ്യുന്നു, ഈ മൈക്രോടോം വെച്ച് കട്ട് ചെയ്യുന്നു. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സ്ലൈസസ് സ്ലൈഡിൽ വെച്ച് നമ്മൾ they are mounted on it using albumin. ഓക്കെ, എഗ്ഗിൽ നിന്ന് എടുക്കുന്ന, മുട്ടയിൽ നിന്ന് എടുക്കുന്ന ആൽബുമിൻ യൂസ് ചെയ്ത് അതിനെ മൗണ്ട് ചെയ്യുന്നു, അതായത് കവർ ചെയ്യുന്നു. പിന്നെ ഈ സ്ലൈഡ് നമ്മൾ ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ഡൈ ചെയ്യുന്നു, കളർ കൊടുക്കുന്നു അതിന്, പിന്നെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതാണ് എംബഡിങ്. പിന്നെ സ്റ്റെയിനിങ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഡൈ ചെയ്യുക, കളർ കൊടുക്കുക. ഓക്കെ, ദിസ് ഈസ് ഡൺ ബൈ ഡാർക്കണിങ് ഓർ കളറിങ് ദ പർട്ടിക്കുലർ ഫീച്ചേഴ്സ് ഓഫ് ദ ടിഷ്യൂ. ഇപ്പം നിസിൽ സ്റ്റെയിൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സെൽ ബോഡീസ് ഡൈ ചെയ്യാനാണ്. മൈലിൻ സ്റ്റെയിൻസ് മൈലിൻ ഷീത്ത് ഡൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം മെയിനായിട്ട് കളർ കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റെയിനിങ് മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ആ സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ പറയുന്നതാണ് എന്ത് ഹിസ്റ്റോളജിക്കൽ മെത്തേഡ്സ്. ഇവിടെ യൂസ് ചെയ്യുന്ന ഒന്ന് ഫിക്സേഷൻ, പിന്നെ ഫ്രീസിങ്, എംബഡിങ് ആൻഡ് സ്റ്റെയിനിങ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കാറ്റഗറി ഓഫ് മെത്തേഡാണ്, അതായത് സൈക്കോ ഫിസിയോളജിക്കൽ റെക്കോർഡിംഗ് മെത്തേഡ്സ്. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് നോൺ ഇൻവേസീവ് ആണ്. ഓക്കെ, മൊത്തം നോൺ ഇൻവേസീവ് ആണ് ഇവിടെ. അതായത് വി ആർ നോട്ട് ഇൻസേർട്ടിങ് എനിത്തിങ്, നമ്മളൊന്നും ബ്രെയിൻ്റെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ഒന്നും ചെയ്യുന്നില്ല, നോൺ ഇൻവേസീവ് ആണ്. ഇവിടെ യൂസ് ചെയ്യുന്നതാണ് ഒന്ന് ഇലക്ട്രോ എൻസെഫാലോഗ്രഫി, അതായത് EEG. നമ്മളിൽ പലരും തന്നെ EEG എടുത്തിട്ടുണ്ടാവാം അല്ലേ. അപ്പോൾ നമ്മുടെ ബ്രെയിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനാണ് ഇലക്ട്രോ എൻസെഫാലോഗ്രാം എന്നുള്ളത്. ആ ടെക്നീക്കിനെയാണ് നമ്മൾ ഇലക്ട്രോ എൻസെഫലോഗ്രഫി എന്ന് പറയുന്നത്, ഇലക്ട്രോ എൻസെഫലോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് മേജറായിട്ട് നമ്മുടെ തല ചുറ്റും ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നമുക്ക് തൊട്ടടുത്തുള്ള കമ്പ്യൂട്ടറിൽ വിസിബിൾ ആവുന്നു. ആ ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, ആ റെക്കോർഡിംഗ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുവഴി നമുക്ക് നമ്മുടെ ബ്രെയിൻ്റെ എന്താണ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. അപ്പോൾ EEG മെയിനായിട്ട് നമ്മൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ബ്രെയിനിൽ എന്തെങ്കിലും മേജറായിട്ടുള്ള ഡിസോർഡർ ഉണ്ടോ, എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടോ, സെറിബ്രൽ പത്തോളജി, എപ്പിലെപ്സി ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് മെമ്മറി ഫങ്ഷൻ ചെയ്യുന്നത്, ഒരാൾക്ക് പ്രായമാവും തോറും മെമ്മറി എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, ഈ പറയുന്ന പ്രോസസ്സുകളൊക്കെ നോക്കാനായിട്ട് ഈ EEG നമ്മളെ സഹായിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന മെത്തേഡാണ് മാഗ്നെറ്റോ എൻസെഫാലോഗ്രഫി. അതായത് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോഡ്സ് വെച്ച് മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്തിട്ട് മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്ന ചേഞ്ച് മെഷർ ചെയ്യുന്നതാണ് മാഗ്നെറ്റോ എൻസെഫലോഗ്രഫി. ഓക്കെ, അപ്പം ഇതും നേരത്തെ പോലെ തന്നെ ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്തിട്ട് മാഗ്നറ്റിക് ഫീൽഡ്, നേരത്തെ നമ്മൾ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയിലെ ചേഞ്ച് ആണ് മെഷർ ചെയ്തത്, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്ന ചേഞ്ച് മെഷർ ചെയ്തതാണ് മാഗ്നെറ്റോ എൻസെഫലോഗ്രഫി. പിന്നെ ഇലക്ട്രോമയോഗ്രഫി മെയിനായിട്ട് മസിൽ ടെൻഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രോമയോഗ്രാമാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇലക്ട്രോഡ്സ് ആർ അറ്റാച്ച്ഡ് ടു ദ സ്കിൻ ഓവർ ദ മസിൽസ് ദാറ്റ് ഈസ് ടു ബി ഇൻവേസ്. നമ്മുടെ മസിൽ എവിടെയാണ് അതിൻ്റെ മുകളിലത്തെ സ്കിന്നിൽ നമ്മൾ ഇലക്ട്രോഡ്സ് അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റഡി ചെയ്യുന്നു. അപ്പോൾ മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ അത് മസിൽ ടെൻഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് നമ്മൾ റെക്കോർഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇലക്ട്രോമയോഗ്രഫി. പിന്നെ ഇലക്ട്രോ ഒക്കുലോഗ്രഫി എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോ ഒക്കുലോഗ്രാം എന്ന് പറയുന്ന ഒരു മെഷീൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെക്കോർഡിങ്സ് എടുക്കുന്നത്. നമ്മുടെ ഐസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്തിട്ട്
നമ്മൾ നമ്മുടെ ബാക്ക് ആൻഡ് ഫ്രണ്ട് പോർഷൻ ഓഫ് ദ ഐബോൾ അവിടെ വരുന്ന ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇലക്ട്രോഡെർമൽ ആക്ടിവിറ്റി നേരത്തെ അറിയാവുന്ന പോലെ തന്നെ എന്താണ്, ഇലക്ട്രോഡ്സ് നമ്മുടെ ഫിംഗേഴ്സിലും അതുപോലെ തന്നെ സ്കിന്നിലൊക്കെ കണക്ട് ചെയ്തിട്ട് എന്താണ് നമ്മുടെ സ്കിൻ കണ്ടക്റ്റൻസ് മെഷർ ചെയ്യുന്നതാണ് ഇലക്ട്രോഡെർമൽ ആക്ടിവിറ്റി. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഫിംഗേഴ്സിൽ അറ്റാച്ച് ചെയ്തിട്ട് സ്കിൻ കണ്ടക്റ്റൻസ് മെഷർ ചെയ്യുന്നതാണ്. ഓരോ സ്റ്റിമുലേഷനും എങ്ങനെയാണ് സ്കിൻ റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് മെഷർ ചെയ്യുന്നതാണ് എന്ത് ഈ പറയുന്ന ഇലക്ട്രോഡെർമൽ ആക്ടിവിറ്റി. പിന്നെ അടുത്തൊരു കാറ്റഗറിയാണ് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ. ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോഡ് പ്ലേസ് ചെയ്തിട്ട് ബ്രെയിൻ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നതാണ് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ. അപ്പോൾ ഇവിടെ മൈക്രോ ഇലക്ട്രോഡ്സ് നമ്മൾ യൂസ് ചെയ്യും, മാക്രോ ഇലക്ട്രോഡ്സ് നമ്മൾ യൂസ് ചെയ്യും. അവിടെ വരുന്നതാണ് ഒന്ന് ഓസിലോസ്കോപ്പ്, ഇങ്ക് റൈറ്റിംഗ് ഓസിലോസ്കോപ്പ്, അതായത് പോളിഗ്രാഫ് എന്ന് പറയും. പോളിഗ്രാഫ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, നമ്മൾ ലൈ ഡിറ്റക്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന നമ്മുടെ സ്കാൽപ്പിൽ നമ്മുടെ ഹെഡിൽ ഇലക്ട്രോഡ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. അപ്പം നമ്മുടെ അടുത്ത് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഇപ്പം നമ്മൾ നുണയാണ് പറയുന്നതെങ്കിൽ അതേ വ്യത്യാസം നമ്മുടെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയിൽ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നമ്മുടെ സ്ക്രീനിൽ വിസിബിൾ ആവും. അങ്ങനെയാണ് ലൈ ഡിറ്റക്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ. അപ്പോൾ ഈ മൂന്നിനാണ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കാണാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് കെമിക്കൽ സ്റ്റിമുലേഷൻ. കെമിക്കൽ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കെമിക്കൽസ് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ബ്രെയിനിൽ കെമിക്കൽസ് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് സ്റ്റഡി ചെയ്യുന്ന മെത്തേഡാണ് കെമിക്കൽ സ്റ്റിമുലേഷൻ. ഇവിടെ ഡ്രഗ്സ് നമ്മൾ ഇഞ്ചക്ഷൻസ് വഴി ഡയറക്റ്റ്ലി ഇഞ്ചക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റൊമക്കിലോട്ട് ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം മെയിനായിട്ട് ഇപ്പോൾ 2-deoxyGlucose എന്ന് പറയുന്ന ഒരു റേഡിയോ ആക്റ്റീവ് ഡ്രഗ് നമ്മളൊരു ആനിമലിൽ ഇഞ്ചക്ട് ചെയ്തു. ആ ആനിമലിൻ്റെ ബ്രെയിൻ ആ ഡ്രഗ് ഫുൾ അബ്സോർബ് ചെയ്യുന്നവരെ റിസർച്ചർ വെയിറ്റ് ചെയ്യുന്നു. അതിനുശേഷം റിസർച്ചർ ആ ആനിമലിനെ കൊല്ലാണ്. അതിനുശേഷം ആ ആനിമലിൻ്റെ ബ്രെയിൻ പുറത്തെടുത്ത് അതിനെ സ്ലൈസ് ചെയ്ത് സ്റ്റഡി ചെയ്യുന്നു. അപ്പോൾ പറയുന്നത് ബ്രെയിനിൻ്റെ ഏരിയ, ഏതൊക്കെ ഏരിയ അല്ലെങ്കിൽ ന്യൂറോൺസ് ആ ഡ്രഗിനെ അബ്സോർബ് ചെയ്തു ആ ഏരിയയൊക്കെ ബ്ലാക്ക് സ്പോട്ടായിട്ട് സ്ലൈഡിൽ കാണും എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന വേറെ മെത്തേഡാണ് സെറിബ്രൽ ഡയാലിസിസ്, അതുപോലെ തന്നെ ഇൻവിവോ വോൾട്ടാമെട്രി ഒക്കെ. പിന്നെ വരുന്ന അടുത്തൊരു മെത്തേഡാണ് സ്റ്റീരിയോടാക്സിക് ലീഷൻ. സ്റ്റീരിയോടാക്സിക് ലീഷൻ എന്ന് പറയുന്നത് അബ്ലേഷൻ മെത്തേഡ് എപ്പോഴും പോസിബിൾ ആവണമെന്നില്ല. അതായത് ഇപ്പം ബ്രെയിനിൻ്റെ കുറേ വളരെ ടൈനി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അബ്ലേഷൻ മെത്തേഡ് പോസിബിൾ അല്ല. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്റ്റീരിയോടാക്സിക് ലീഷൻ. അതായത് ഒരു സ്റ്റീരിയോടാക്സിക് അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ട്, അതായത് ഈ പറയുന്ന ആനിമലിൻ്റെയോ അല്ലെങ്കിൽ പാർട്ടിസിപ്പൻറ്റിൻ്റെ ഹെഡ് ഈ സ്റ്റീരിയോടാക്സിക് അപ്പാരറ്റസിൽ കറക്റ്റായിട്ട് വെച്ച് ഇലക്ട്രോഡ് ഹോൾഡർ യൂസ് ചെയ്തിട്ട് എന്താണ് കറക്റ്റ്ലി പ്ലേസ് ചെയ്തതിന് ശേഷം കാനുല, അതായത് ഒരു സിറിഞ്ച് അല്ലെങ്കിൽ ഒരു വലിയ ഇലക്ട്രോഡ് ഈ പറയുന്ന പാർട്ടിസിപ്പൻറ്റിൻ്റെ ബ്രെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യാണ്. അതിനുശേഷം ഈ ഇലക്ട്രോഡ് ക്യാൻ ബി ഒന്നല്ലെങ്കിൽ പെർമനൻ്റ്ലി നമുക്ക് ഇംപ്ലാന്റ് ചെയ്യാം, അതല്ല നമുക്ക് അത് റിമൂവും ചെയ്യാം. ഓക്കെ, ഇനി അതിനുശേഷം ഈ അനസ്തേഷ്യയുടെ എഫക്റ്റ് കഴിയുന്ന സമയത്ത് നമ്മൾ ആ പാർട്ടിസിപ്പൻറ്റിൻ്റെ ബിഹേവിയർ മോണിറ്റർ ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം എന്താണ് വീണ്ടും ഒരു അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഇലക്ട്രോഡ് അല്ലെങ്കിൽ ആ ഒരു കാനുല പുറത്തെടുക്കുന്നു. അങ്ങനെ പതുക്കെ പിന്നെ അതിനുശേഷം പതുക്കെ ആനിമൽ റിക്കവർ ചെയ്ത് വരും. അപ്പോൾ സ്റ്റീരിയോടാക്സിക് ലീഷൻ എന്ന് പറഞ്ഞ ഒരു അപ്പാരറ്റസ് യൂസ് ചെയ്തൊരു വലിയ ഇലക്ട്രോഡ് അല്ലെങ്കിൽ കാനുല ബ്രെയിനിലോട്ട് ഇൻജക്ട് ചെയ്യുന്നു. അതിനുശേഷം ആ പറയുന്ന ആനിമലിൻ്റെ ബിഹേവിയർ നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിന്നീട് വീണ്ടും അനസ്തേഷ്യ കൊടുത്തിട്ട് ആ ആനിമലിൻ്റെ ഹെഡിൽ നിന്ന് ആ ഒരു ഇലക്ട്രോഡ് നമ്മൾ റിമൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി വരുന്ന അടുത്ത ഇമ്പോർട്ടൻറ്റ് കാറ്റഗറി ഓഫ് മെത്തേഡ്സ് ആണ് ന്യൂറോ ഇമേജിങ് മെത്തേഡ്സ്. ന്യൂറോ ഇമേജിംഗ് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫ്സ് എടുക്കുക എന്നുള്ളത്, നമ്മുടെ ബ്രെയിനിൻ്റെ ഫോട്ടോഗ്രാഫ്സ് എടുക്കുക എന്നുള്ളതാണ് ന്യൂറോ ഇമേജിംഗ് മെത്തേഡ്സ്. ഇത് നമുക്ക് അറിയാവുന്ന കോമൺ ആയിട്ടുള്ളതാണ്. ഏതൊക്കെ എക്സ്റേസ് വരുന്നുണ്ട്. എക്സ്റേസ് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് എക്സ്റേസ് പാസ് ചെയ്തിട്ട് ബ്രെയിനിൻ്റെ എന്തെങ്കിലും സ്ട്രക്ചറൽ ഡിഫറൻസസ് കാര്യങ്ങളെല്ലാം സ്റ്റഡി ചെയ്യുന്നതാണ് എക്സ്റേ ടെക്നീക്ക് എന്ന് പറയുന്നത്. പിന്നെ CT സ്കാൻ,
CT സ്കാൻ വരുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ നമ്മൾ CT സ്കാൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു വലിയ ഒരു റൗണ്ട് സാധനത്തിലോട്ട് പേഷ്യൻറ്റിനെ കയറ്റി വിടുന്നു. അവിടെ എക്സ്റേ നമ്മൾ ഒരു സൈഡിൽ കൊടുക്കുന്നു, എക്സ്റേ ഡിറ്റക്ടർ അടുത്ത സൈഡിൽ ഉണ്ടാവും. അതിനുശേഷം ഈ പറയുന്ന ഡിറ്റക്ടർ അതുപോലെ എക്സ്റേസും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ആംഗിളിലുള്ള ഫോട്ടോഗ്രാഫ്സ് കിട്ടുന്നു ബ്രെയിനിൻ്റെ. അപ്പം നമ്മൾ അത് പ്രിൻ്റ് എടുത്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് CT സ്കാൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടോ, ട്യൂമർ ഉണ്ടോ, ബ്ലഡ് ക്ലോട്ടൊക്കെ ബ്രെയിനിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് CT സ്കാൻ. ഓക്കെ, പിന്നെ വരുന്നതാണ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്, MRI ഇതുപോലെ തന്നെ CT സ്കാൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പേഷ്യൻറ്റിൻ്റെ ബ്രെയിൻ സ്റ്റഡി ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ് മെത്തേഡ്. അവിടെ എന്ന് പറയുന്ന എല്ലാ പ്ലെയിൻസിലും നമുക്ക് ബ്രെയിനിൻ്റെ ഇമേജസ് കിട്ടുന്നു. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പിക്ചറാണ് MRIയിൽ വരുന്നത്. കണ്ടോ, ഇത് MRI ആണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫി, അതായത് പെറ്റ് സ്കാനിൽ മെയിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് നമ്മൾ ഇൻജെക്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ പേഷ്യൻറ്റിനോട് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറയാണ്. അപ്പം ഈ ആക്ടിവിറ്റി എന്നിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യും. അപ്പോൾ നമ്മൾ ഈ സ്കാൻ എടുക്കും, ആ സമയത്ത് സ്കാൻ എടുക്കും. അപ്പോൾ ഈ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ബ്രെയിനിൻ്റെ ഏതൊക്കെ ഏരിയാസ് അതിൽ ഇൻവോൾവ് ആയിരുന്നു എന്ന് നമുക്ക് വിസിബിളായിട്ട് കിട്ടും. ഇപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ആ പേഷ്യൻറ്റിന് ഇതൊരു നോർമൽ ബ്രെയിൻസ് ആണ് കേട്ടോ. പേഷ്യൻറ്റ് നമ്മൾ നടക്കാനാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇതേ കണ്ട് ഈ റെഡ് പോർഷൻ കാണുന്നതാണ് ആ പേഴ്സൻ്റെ ആക്റ്റീവായിട്ടുള്ള ബ്രെയിൻ ഏരിയ. ഇനി ഇപ്പം എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമായിരുന്നെങ്കിൽ ഇതിപ്പോൾ ഒരു ബ്രെയിൻ എടുക്കുകയാണെങ്കിൽ ഇത് ഒസിപെറ്റൽ ലോബായിട്ട് വരും. ബ്രെയിനിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നതാണ് ഒസിപെറ്റൽ ലോബ്, നമ്മളെ വിഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ഏരിയ ആക്റ്റീവായിട്ട് കണ്ടു. ഹിയറിങ്ങിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ബ്രെയിനിൻ്റെ രണ്ട് സൈഡിൽ വരുന്ന ടെമ്പറൽ ലോബാണ്, ഓഡിഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഏരിയ റെഡ് കളറായിട്ട് കാണാം. തിങ്കിങ് പ്രോബ്ലം സോൾവിങ്, മെമ്മറി, ലാംഗ്വേജ് മുതലായ എല്ലാ കൊഗ്നിറ്റീവ് ഫംഗ്ഷനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ടൽ ലോബാണ്, നമ്മുടെ തലയുടെ ഏറ്റവും ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ ആക്റ്റീവായിട്ട് കാണാം. റിമെമ്പറിങ് ആണെങ്കിലും പോലെ. അപ്പം മെയിനായിട്ട് പെറ്റിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഇൻജെക്ട് ചെയ്യുന്നു. ആ സമയത്ത് നമ്മൾ ആ പേഷ്യൻറ്റിനെ കൊണ്ടൊരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഈ ആക്ടിവിറ്റിയിൽ ഏതൊക്കെ ബ്രെയിൻ ഏരിയാസ് ഇൻവോൾവ് ആയിരുന്നു എന്ന് നമുക്ക് ഇതുവഴി മനസ്സിലാക്കുന്നു. പിന്നെ ഫങ്ഷണൽ MRI മെയിനായിട്ട് ബ്ലഡ് ഫ്ലോ ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡിഫ്യൂഷൻ ടെൻസർ ഇമേജിങ്, പിന്നെ TMS ഒക്കെ നമ്മൾ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല, എന്നാലും ഇതും ഇമേജിങ് മെത്തേഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. പിന്നെ വരുന്ന വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂറോ സയൻസ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ബ്രെയിൻ ഇഞ്ചറി, ഹെഡ് ട്രോമയൊക്കെ വന്ന പേഷ്യൻസിനെയാണ് സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ആ ബാറ്ററി അവർക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. അതുമൂലം ഏതൊക്കെ ബ്രെയിൻ ഏരിയാസ് അവരുടെ ഡാമേജ്ഡ് ആയിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പോസിബിൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അസസ്മെൻ്റ് ആണ് ഈ ന്യൂറോ സൈക്കോളജിക്കൽ ബാറ്ററി എന്ന് പറയുന്നത്. അപ്പം മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ന്യൂറോ സൈക്കോളജിക്കൽ ബാറ്ററീസ് ഏതൊക്കെയാണ്? ഒന്ന് വെഷ്ലർ ഇൻ്റലിജൻസ് സ്കെയിൽ, നമ്മൾ ഇൻ്റലിജൻസ് മെഷർ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡേവിഡ് വെഷ്ലർ ആണ് ഇത് പ്രിപ്പയർ ചെയ്തത്. ചിൽഡ്രനും അഡൾട്ടിനും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കെയിൽസ് അവൈലബിൾ ആണ്. ഇപ്പം വെയ്സ് നമ്മൾ അഡൾട്ട്സിൽ യൂസ് ചെയ്യുന്നതാണ്. വിസ്ക് നമ്മൾ 6 to 16 years ഉള്ള ഏജ് ഗ്രൂപ്പിന് കൊടുക്കുന്ന ഇൻ്റലിജൻസ് സ്കെയിലാണ്. പിന്നെ വെഷ്ലർ പ്രീ സ്കൂൾ ആൻഡ് പ്രൈമറി സ്കെയിൽ ഓഫ് ഇൻ്റലിജൻസ് മെയിനായിട്ട് 4 മുതൽ 6.5 വയസ്സുള്ള കുട്ടികൾക്ക് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ ഹാൽസ്റ്റഡ് റേറ്റ് ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ് ബാറ്ററി മെയിനായിട്ട് അസസ് ചെയ്യുന്നത് മേജർ കൊഗ്നിറ്റീവ്, അതുപോലെ സെൻസറി, എക്സ്പ്രസീവ്, മോട്ടോർ ഫങ്ഷൻസ് ഒക്കെയാണ്. അതുപോലെ തന്നെ ബോത്ത് യങ്ങർ പീപ്പിളിലും ഓൾഡ് ഏജ് പീപ്പിളിലും നമുക്ക് വാലിഡ് ആണ് എന്നാണ് പറയുന്നത്. ഈ ഒരു ബാറ്ററി നമ്മൾ അസസ് ചെയ്ത് കഴിഞ്ഞാലായിട്ട് മെയിനായിട്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളാണ് ഈ പറയുന്ന ന്യൂറോ സൈക്കോളജിക്കൽ ബാറ്ററീസ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. കാരണം അവർ ഇത് അഡ്മിനിസ്റ്റർ ചെയ്യാൻ ട്രെയിൻഡ് പ്രൊഫഷണൽസ് ആണ്, അതുകൊണ്ട് തന്നെ. ഓക്കെ, പിന്നെ ലൂറിയ നെബ്രാസ്ക ന്യൂറോ സൈക്കോളജിക്കൽ ബാറ്ററി മെയിനായിട്ട് എന്തെങ്കിലും ബ്രെയിൻ ഡാമേജും ഡിസ്ഫങ്ഷനൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്ന
ചെയ്യുന്ന വഴി നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പ് ഏരിയാസ് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ മോട്ടോർ കപ്പാസിറ്റി, പെർസെപ്ഷൻ കപ്പാസിറ്റി, ലാംഗ്വേജ്, അക്കാഡമിക്, മെമ്മറി, ഇൻ്റലിജൻസ് ഫങ്ഷനിങ് ഒക്കെയാണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് ദ റേ ഓസ്ട്രിത്ത് കോംപ്ലക്സ് ഫിഗർ ടെസ്റ്റ്. ഇതുപോലെ തന്നെ വിഷ്വൽ പെർസെപ്ഷൻ, വിഷ്വൽ മെമ്മറിയൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. മെയിനായിട്ട് ഒരു നോൺ വെർബൽ മെമ്മറി ടെസ്റ്റ് ആയിട്ടും കൂടി നമ്മൾ ഈ ഒരു മെത്തേഡ്, ഈ ഒരു ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഡെലിസ് കെപ്ലാൻ എക്സിക്യൂട്ടീവ് ഫങ്ഷൻ സിസ്റ്റം, കൊഗ്നിറ്റീവ് ആയിട്ടുള്ള ഫങ്ഷൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ന്യൂറോ സൈക്കോളജിക്കൽ ബാറ്ററി ആണിത്. മെയിൻലി ഏജ് 8 to 89 ഇയേഴ്സ് വരെ വരുന്ന ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാരിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിജിറ്റ് സ്പാൻ ടെസ്റ്റ്. ഡിജിറ്റ് സ്പാൻ ടെസ്റ്റ് എന്ന് പറയുന്നത് വർക്കിംഗ് മെമ്മറി അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അതായത് നമ്മൾ അവർക്ക് കുറച്ച് ഡിജിറ്റ്സ് കൊടുക്കും, അവരോട് തിരിച്ചത് റീകോൾ ചെയ്യാൻ പറയും. അപ്പോൾ എത്രത്തോളം ഡിജിറ്റ്സ് അവർക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതാണ് അവരുടെ ഡിജിറ്റ് സ്പാൻ കപ്പാസിറ്റി. അപ്പോൾ അത് അവരുടെ വർക്കിംഗ് മെമ്മറിയുടെ എബിലിറ്റി മെഷർ ചെയ്യുന്ന ഒരു മെത്തഡാണ് ഡിജിറ്റ് സ്പാൻ ടെസ്റ്റ്. ഭൂരിഭാഗം ഇൻ്റലിജൻസ് ടെസ്റ്റുകളിലും നമ്മൾ വരുന്ന ഒരു സബ് ടെസ്റ്റാണ് ഈ ഡിജിറ്റ് സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്ന വിൻകോൺസിൻ കാർഡ് സോർട്ടിംഗ് ടെസ്റ്റ്, ഒരു കാർഡ്സ് സോർട്ട് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പം അത് നമ്മൾ കൊടുക്കാറുണ്ട് ഈ ബ്രെയിൻ ഡാമേജ്ഡ് പേഷ്യൻസിന്. അതുപോലെ തന്നെ ഡൈക്കോട്ടിക് ലിസ്ണിംഗ് ടെസ്റ്റ്. ഡൈക്കോട്ടിക് ലിസ്ണിംഗ് ടെസ്റ്റ് ബ്രെയിൻ ലാറ്ററലൈസേഷൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ബ്രെയിന് 2 ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്, ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഉണ്ട്, റൈറ്റ് ഹെമിസ്ഫിയർ ഉണ്ട്. ലെഫ്റ്റ് ഹെമിസ്ഫിയർ നമ്മുടെ റൈറ്റ് സൈഡ് ഓഫ് ദ ബോഡി കൺട്രോൾ ചെയ്യുന്നെങ്കിൽ റൈറ്റ് ഹെമിസ്ഫിയർ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബോഡിയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോരുത്തരിലും ഡോമിനൻസ് വ്യത്യാസമുണ്ടാകും. അതായത് ഭൂരിഭാഗം ആൾക്കാരിലും ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ് ഡോമിനൻ്റ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരിലൊക്കെ റൈറ്റ് ഹെമിസ്ഫിയർ ഡോമിനൻ്റ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ലെഫ്റ്റ് ഹെമിസ്ഫിയർ കൂടുതലും ലാംഗ്വേജ്, അർത്ഥമെറ്റിക്സ്, സൗണ്ട്, ഇത് വെർബൽ മെമ്മറി ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നതാണ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ, ലെഫ്റ്റ് ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡൈക്കോട്ടിക് ലിസണിംഗ് ടെസ്റ്റിൽ 2 ഇയറിലും പലതരത്തിലുള്ള വേർഡ്സ് നമ്മൾ സൈമൾട്ടേനിയസ്ലി പ്രസൻറ്റ് ചെയ്യാണ്. അതായത് ഹെഡ്ഫോൺസ് വെച്ചാൽ 2 ഇയറിൽ കൂടെയും വ്യത്യസ്തമായിട്ടുള്ള വാക്കുകൾ നമ്മൾ കേൾപ്പിക്കും. അതിനുശേഷം അവരോട് ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ അത് റീകോൾ ചെയ്യാൻ പറയും. എന്താണ് നിങ്ങൾ കേട്ടത് ഒന്ന് പറയാവോ എന്ന് ചോദിക്കുമ്പോൾ ഏത് ഇയറിൽ കൂടെ അവർ കേട്ടതാണ് അവർ പറയുന്നത്, ആ ഇയറിൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള ബ്രെയിൻ ആയിരിക്കും അത് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു പിക്ചറിൽ തന്നെ നോക്കിയാൽ ഈ ഒരു ആളുടെ റൈറ്റ് ഇയറിൽ വന്നതാണ് അയാൾ തിരിച്ച് പറയുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളുടെ ലെഫ്റ്റ് ബ്രെയിനാണ് ഈ പറയുന്ന സൗണ്ട്, ലാംഗ്വേജ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ ഡൈക്കോട്ടിക് ലിസണിംഗ് ടെസ്റ്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അത്രയാണ് നമ്മുടെ ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെൻറ്റിൽ വരുന്നത്. ഇനി പിന്നെ റിസർച്ച് എത്തിക്സ് ഇൻ ബയോസൈക്കോളജി. റിസർച്ച് എത്തിക്സ് മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ബയോസൈക്കോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്നൊക്കെ പറയുന്നത് കൂടുതലും ഇൻവേസീവ് മെത്തേഡ്സ് ആണ്, ഇൻസേർട്ട് ചെയ്ത് ടിഷ്യൂ എടുത്ത് സ്റ്റഡി ചെയ്യുന്ന മെത്തേഡ്സ് ആണല്ലേ. അതുകൊണ്ട് തന്നെ അത് ഹാംഫുൾ ആണ്. ഇപ്പോൾ ഒരു ഹ്യൂമണിൽ നമുക്ക് അങ്ങനെ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ആനിമൽസിലാണ് ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഹ്യൂമൻസിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ആ ഹ്യൂമൻ്റെ ഫുൾ ഇൻഫോംഡ് കൺസെൻറ്റ്, വോളണ്ടറി പാർട്ടിസിപ്പേഷൻ എല്ലാം നമുക്ക് കിട്ടിയിരിക്കണം. അതിൻ്റെ കെയർ ഗിവർ, ഡോക്ടർ മുതലായ എല്ലാവരുടെയും ഉറപ്പും സമ്മതവും നമുക്ക് വേണം. പക്ഷെ നമ്മൾ കൂടുതലും കണ്ടക്ട് ചെയ്യുന്നത് ആനിമൽസിലാണ്. ഈവൻ ഇഫ് ആ ഒരു പാർട്ടിസിപ്പൻറ്റിന് അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമില്ല, അവർക്ക് കുറച്ച് ഡിസ്ട്രെസ്സിങ് ആണ് എന്ന് തോന്നിയാൽ റിസർച്ചിൻ്റെ ഏതൊരു സമയത്തും ആ റിസർച്ചിൽ നിന്ന് പിൻവലിയാനുള്ള, അതായത് അത് ഉപേക്ഷിക്കാനുള്ള പവർ ആ ഒരു പാർട്ടിസിപ്പൻറ്റിന് ഉണ്ട് എന്നുള്ളതൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന എത്തിക്കൽ റിസർച്ച് എല്ലാം ഉണ്ടാക്കിയത് നമ്മുടെ APA ആണ്, അതായത് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ, അതുപോലെ തന്നെ ICMR ആണ്. പിന്നെ ഹെൻസ് ആനിമൽസ് യൂസ് വെൻ ഹ്യൂമൻ ബീങ്, അതായത് ഹ്യൂമൻ ബീങ്സിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തതിനെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ആനിമൽസിനെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ആനിമൽസിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കൂടിയും ആ ഒരു സ്റ്റഡിക്ക് ശേഷം നമ്മൾ ആനിമൽസിനെ ടേക്കൺ കെയർ ചെയ്യുക എന്നുള്ളത് ആ റിസർച്ചറിൻ്റെ ഡ്യൂട്ടിയാണ്.
ഓക്കെ, അപ്പോൾ ഈ പറയുന്നൊക്കെയാണ് റിസർച്ച് എത്തിക്സ് ഇൻ ബയോസൈക്കോളജി. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ് ബയോസൈക്കോളജിയുടെ. എന്താണ് ബയോസൈക്കോളജി, അതിൻ്റെ 6 ഡിവിഷൻസ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ടു സ്റ്റഡി ബ്രെയിൻ ആണ് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ്. ഓക്കെ, പിന്നെ എത്തിക്സും പറഞ്ഞു. അപ്പം ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.